Hi dears, welcome back to EduFix Academy. ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതൊരു മാസ്റ്റർ ഡിഗ്രി, അതായത് PG കോഴ്സാണ്. MSc DSA എന്നാണ് ഈ കോഡിൻ്റെ പേര് ഇഗ്നോയിൽ. ഇത് ഒരു 2 ഇയർ PG പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് 2 ഇയർ ആണ് മിനിമം ഡ്യൂറേഷൻ വരുന്നത്, മാക്സിമം വരുന്നത് 4 ഇയർ ആണ്. മീഡിയം ഇംഗ്ലീഷിലാണ് ഇത് പഠിക്കേണ്ടത്. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്നത് ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നുള്ളതായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടേഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കില്ലും എൻഹാൻസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് അത് അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിലവിലുള്ള ബിസിനസ്സിലെയും ഹെൽത്ത് കെയറിലെയും സോഷ്യൽ സയൻസ് ആൻഡ് എൻജിനീയറിങ്ങിലൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ള ഒരു സ്കില്ലാണ് ഈ ഒരു കോഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടു എക്വിപ്പ് വിത്ത് ദ സ്കിൽ ടു കളക്ട് ആൻഡ് മാനേജ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ലാർജ് കോംപ്ലക്സ് ഡാറ്റ സെറ്റ്സ്. അപ്പോൾ നമ്മൾ വളരെ വലിയ ഡാറ്റകളൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, സോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു ഡിഗ്രിയാണ് വരുന്നത്. ഇതൊരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. സെമസ്റ്റർ വൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെമസ്റ്ററിലായിരിക്കും എക്സാം, സെമസ്റ്ററിലായിരിക്കും രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. 13,000 രൂപയാണ് പെർ സെമസ്റ്ററിൽ. അങ്ങനെ 4 സെമസ്റ്ററിൽ അത്രയും ഫീസ് കെട്ടണം. ഫസ്റ്റ് ഇയറിൽ 700 രൂപ എക്സ്ട്രാ ഉണ്ടായിരിക്കും, രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സുകളാണ്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളാണോ എന്നുള്ളതൊക്കെ നോക്കുക. ഓക്കെ, സെക്കൻഡ് സെമസ്റ്റർ, അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊജക്റ്റ് വർക്ക് ഉണ്ട്. പ്രൊജക്റ്റ് വർക്ക് ഈ ഒരു കോഴ്സിന് ഉണ്ട്. അത് ഫോർത്ത് സെമസ്റ്ററിലാണ്. അതുകൂടി കംപ്ലീറ്റ് ചെയ്താലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെ എഴുതാമെന്നുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ കൃത്യമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ, യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഇനി കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ 2 കോളേജുകളിൽ മാത്രമേ ഈ ഒരു കോഴ്സ് ഉള്ളൂ. ഏതൊക്കെയാണ്? ഇൻ്റർനാഷണൽ, ഈ ഒരു കോഴ്സ് സാക്രഡ് ഹാർട്ട് കോളേജും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോടെക് എന്ന് പറയുന്ന ഈ കോളേജും. ഈ 2 കോളേജുകളിൽ മാത്രമേ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്തുണ്ടായിരിക്കും. ട്രിവാൻഡ്രം 3 കോളേജുകളിലാണ് നമുക്ക് ഈ ഒരു കോഴ്സ് ഉള്ളത്. ഒന്ന് ഹിന്ദു കോളേജ്, മറിവാനിയസ്, അതുപോലെ കൃഷ്ണഗർ കോളേജ്. ഈ 3 കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് നൽകപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ, എല്ലാ സബ്ജക്റ്റുകൾക്കൊക്കെ പ്രാക്ടിക്കലിന് പോവേണ്ടി വരിക ഈ ഒരു കോളേജിലാണ്. അതുപോലെ തന്നെ നിങ്ങളെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതും ഈ കോളേജിലാണ്. ഈ വടകര റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ്, വടകരയിൽ നമുക്കിത് കാണാനില്ല. വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വടകരയിൽ ഈ ഒരു കോഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലും അതുപോലെ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലുമാണ് ഈ ഒരു കോഴ്സ് നിലവിലുള്ളത്. നമുക്ക് ഇനി ഇതിൻ്റെ ജോബിൻ്റെ സാധ്യതകൾ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സർക്കാർ മേഖലയിൽ, ഗവൺമെൻറ് മേഖലയിൽ, ഗവൺമെൻറ് ഡാറ്റാ സെൻറ്റേഴ്സിൽ, ഡിജിറ്റൽ ഇന്ത്യ പ്രൊജക്ട്സിൽ, സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ്, ഹെൽത്ത് ഡാറ്റ, ബാങ്കിങ്, റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇ ഗവേണൻസ് പ്രൊജക്ട്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി ഇത്തരത്തിൽ നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും. പ്രധാന സ്ഥാപനങ്ങൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഡിഫൻസ്, പബ്ലിക് സെക്ടേഴ്സ്, സ്റ്റേറ്റ് IT മിഷൻ, ഈ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് ഒരു ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സെക്ടേഴ്സിൽ ഡാറ്റ അനലിസ്റ്റായിട്ടും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലിസ്റ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ്, ഡാറ്റ കൺസൾട്ടൻറ്റ്, ടെക്നിക്കൽ ഓഫീസർ, ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ്, ഇങ്ങനെ ഇത്തരം തസ്തികകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി നേടാവുന്നതാണ്. പിന്നെ പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് സെക്ടറിലാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഇൻഫോസിസ്, TCS
തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ജോലിക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ അത് അവിടെ കിട്ടാവുന്ന ജോലി അതിൻ്റെ റോളുകളാണ് പറയുന്നത്. ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, AI എഞ്ചിനീയർ അങ്ങനെ തുടങ്ങി കുറേ തസ്തികകളുണ്ട്. സ്കിൽ ഹൈലി നീഡ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പൈത്തൺ, SQL, മെഷീൻ ലേണിങ്ങും പവർ BI ഒക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡഡ് കോഴ്സായിട്ട് പഠിക്കേണ്ടി വരും. എങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ജോലിക്ക് സാധ്യത കൂടും. പിന്നെ എബ്രോഡ് ഈ പറഞ്ഞ രാജ്യങ്ങളിലും അതുപോലെ UAE പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ സ്കോപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പോസ്റ്റുകളൊക്കെ സെയിമാണ്. പക്ഷേ ഇത്തരം രാജ്യങ്ങളിലും പ്രൈവറ്റ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗവൺമെൻറ് സെക്ടറിൽ, പ്രൈവറ്റ് സെക്ടറിൽ, അതുപോലെ തന്നെ എബ്രോഡ്. അപ്പോൾ എബ്രോഡിൽ AIക്കാണ് ഡിമാൻഡുള്ള, ബിഗ് ഡാറ്റ, ഓട്ടോമേഷൻ ആൻഡ് പ്രിഡിക്റ്റീവ് അനലിറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനിയൊരു കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരിപൂർണമായും ഉത്തരവാദിത്തത്തോടു കൂടി എജുഫിക്സ് അക്കാദമി നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നൽകുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും എജുഫിക്സ് അക്കാദമിയുടെ നമ്പറിലേക്ക് അയച്ചു തരിക. അതുപോലെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസുകൾ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് തരുന്നതാണ്. സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ യൂസ് ചെയ്തിട്ട് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓരോ വർഷവും ജൂൺ സെഷനിലും അതുപോലെ ജനുവരി സെഷനിലും ഈ 2 സെഷനിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ചില പ്രോഗ്രാംസ് മാത്രമേ ഈ ജൂൺ സമയത്ത് ഇല്ലാതിരിക്കുകയുള്ളൂ. ബാക്കിയുള്ള പ്രോഗ്രാംസ് എല്ലാം ജനുവരി സെഷനിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നത് ജൂൺ സെക്ഷൻ്റെ അഡ്മിഷനാണ്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എജുഫിക്സ് അക്കാദമിയുമായി ബന്ധപ്പെടാം. കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യുക. താങ്ക് യു.